ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 104:9 ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ സർവ്വ അധികാരത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ഭൂമിയെ മൂടുവാൻ വരാതിരിക്കേണ്ടതിന്, മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിരിട്ടു. അതെ, ഇന്ന് പകലിൽ ആരുടെയൊക്കെ ജീവിതത്തിലെ സ്വർഗത്തിന്റെ ദൈവം ചില അതിരുകളെ ഇടുവാൻ പോവുക. ശത്രു നിന്നെ മൂടുവാൻ വരുമ്പോൾ സ്വർഗത്തിന്റെ ദൈവം നിന്നെ അതിരിട്ട് സൂക്ഷിക്കാൻ പോവുക. നാളുകളായി നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നാനാവിധ വിഷയങ്ങളുണ്ട്. രോഗമായിരിക്കാം, ഭാരമായിരിക്കാം, കടഭാരമായിരിക്കാം, മാനസിക അസ്വസ്ഥതകളായിരിക്കാം, പ്രശ്നങ്ങൾ അനവധിയായിരിക്കാം നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ആരോടോ ഇന്ന് പകലിൽ ദൂതറിയിക്കുന്നു. ആ വിഷയം നിന്നെ മൂടിക്കളയത്തില്ല. വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകലിൽ നിങ്ങൾ കാണുവാൻ പോവുക. ആ രോഗം നിങ്ങളെ മുക്കിക്കളയത്തില്ല, മൂടിക്കളയത്തില്ല. ആ കടഭാരം നിങ്ങളെ മൂടിക്കളയത്തില്ല. ആ ഏകാന്തത നിങ്ങളെ മൂടിക്കളയത്തില്ല. ആ ഡിപ്രഷൻ നിങ്ങളെ മൂടിക്കളയത്തില്ല. നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു. ഒരു കഴുകനെ പോലെ നിങ്ങൾ ചിറകടിച്ചുയരുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. അതെ, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം ആ മേഖലകളിന്മേൽ അതിരിട്ട് മടങ്ങി വരാതിരിക്കേണ്ടതിന് ശത്രുവിനോട് കൽപ്പിക്കുവാൻ പോവുക. സ്വർഗത്തിലെ ദൈവം ആ വിഷയത്തിന്മേൽ നീ ഒരു നാൾ ലജ്ജിച്ചു പോകത്തില്ല. നാളുകളായി നിങ്ങളെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളായിരിക്കാം. രോഗമായിട്ടും ഭാരമായിട്ടും ശത്രുക്കളെ പല രീതിയിൽ ദണ്ഡിപ്പിക്കാൻ നോക്കിയിരുന്നിരിക്കാം, ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്നിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു, അവനെ മടങ്ങി വരത്തില്ല. മടങ്ങി വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലധികം ഇന്ന് പകലിൽ ആ മേഖലകളിൽ അതിരിടുവാൻ പോകുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആമേൻ, സ്തോത്രം. ഡിമോണിക് അറ്റാക്സ് നാളുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇന്നീ പകലിൽ സ്വാതന്ത്ര്യമാക്കുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നു. ആ വിഷയത്തിൽ നിങ്ങൾ തോറ്റു പിന്മാറത്തില്ല. ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾ തോറ്റു പിന്മാറത്തില്ല. നിങ്ങൾ പൂർണ്ണ ജയാളികളായി മാറുവാൻ പോകുന്നു.